അന്ധമായി സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ നമസ്കാരങ്ങളും ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ ബാങ്കും ഞങ്ങളുടെ സർവ്വകാര്യങ്ങളും ഇമാം ഷാഫി പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ഇമാം ഷാഫി പറഞ്ഞതുപോലെയാണ് ഇവർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇമാം ഷാഫിയുടെ മരണസമയത്ത് അദ്ദേഹം ഏത് വീക്ഷണമാണോ അദ്ദേഹം സ്വീകരിച്ചിരുന്നത്, ആ വീക്ഷണങ്ങളിലുള്ള കർമ്മകാര്യങ്ങൾ ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് അദ്ദേഹത്തിന്റെ ഉമ്മ്. ആ ഉമ്മിൽ ഇമാം ഷാഫി പറയുന്നത് എന്താണെന്നോ, ഉറക്കയോതേണ്ടുന്ന നമസ്കാരങ്ങളിൽ സുബ്ഹിക്കും മഗ്രിബിനും ഇശാഇനും മഅ്മൂമുകൾ ഇമാമിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് ഇമാം വലല്ലാലീൻ എന്ന് പറയുമ്പോൾ മഅ്മൂമുകൾ ഉറക്കെ ആമീൻ പറയല്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ലാ ഉഹിബ്ബു അൻ യജ്ഹറൂ ബിഹാ. ആരാ പറയുന്നു? ഇമാം ഷാഫി. ഇന്ന് മഗ്രിബ് നമസ്കരിച്ചപ്പോ മുജാഹിദ് പള്ളിയിൽ നിന്ന് ആമീൻ മഅ്മൂമുകൾ ഉറക്കെ പറഞ്ഞു. കാരണം മദ്ഹബില്ലാത്തത് കൊണ്ട്. എന്നാൽ ആമീൻ നമ്മുടെ സമസ്തക്കാരന്റെ പള്ളിയിൽ നിന്ന് ആമീൻ ഉറക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് മറുപടി നൽകേണ്ടത് ഇവിടെയുള്ള സമസ്തയുടെ പണ്ഡിതന്മാരാണ്. ഇവിടെയുള്ള സാധാരണക്കാർ നിരപരാധികളാണ്. അവർക്കിത് പരിശോധിക്കാൻ അവസരമുണ്ടായിട്ടില്ല. ഇമാം ഷാഫി പറഞ്ഞത് അപ്പടി സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ചോദിക്കണം? നമ്മുടെ ഉസ്താദിനോട് ചോദിക്കണം, നമ്മുടെ കാളിമാരോട് ചോദിക്കണം. ഇന്ന് മഗ്രിബിന് അല്ലെങ്കിൽ ഇശായിന് അല്ലെങ്കിൽ സുബ്ഹിന് ഇമാം വലല്ലാലീൻ എന്ന് പറഞ്ഞപ്പോൾ ബാക്കിൽ നിന്ന് മാമൂം ഉറക്കെ ആമീൻ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇമാം ഷാഫി ലാ ഉഹിബ്ബു അൻ യജ്ഹറൂ ബിഹാ, മാമൂമുകൾ ഉറക്കെ ആമീൻ പറയല്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഷാഫി ഇമാമിന് തിരിയാത്ത കിതാബ് തിരിഞ്ഞോ എന്ന് വഹാബികളോട് ചോദിക്കുന്നത് പോലെ നമ്മുടെ ഉസ്താദ്മാരോടും ഒന്ന് ചോദിക്കാമല്ലോ. എന്തിനു വേണ്ടി? അവരെ കൊടുക്കാനല്ല, അവർക്ക് ചിന്താപരമായ മാറ്റമുണ്ടാവാൻ. നമുക്ക് നമ്മുടെ പാരത്രീക ലോകത്ത് റബ്ബിന്റെ കോടതിയിൽ റബ്ബ് ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മറുപടി പറയാൻ നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഇമാം ഷാഫിയെ ഞങ്ങൾ അന്ധമായി അനുകരിച്ച് എങ്ങനെ നമസ്കരിക്കും? മറുപടി പറയണം. തഖ്ലീദ് ചെയ്യാതെ, ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യാതെ, ഒരു ഇമാമിന്റെ മദ്ഹബ് സ്വീകരിക്കാതെ എങ്ങനെ മുജാഹിദുകളെ നിങ്ങൾ നമസ്കരിക്കും? എങ്ങനെ നിങ്ങൾ നോമ്പനുഷ്ഠിക്കും എന്ന് പറയുന്ന ചോദ്യം ചോദിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കാനുള്ളത്, നിങ്ങളും എങ്ങനെ ഇമാം ഷാഫിയെ തഖ്ലീദ് ചെയ്തുകൊണ്ട് നമസ്കരിക്കും? എങ്ങനെ നിങ്ങൾ ആമീൻ പറയും? അതുപോലെ തന്നെ ഇമാം ഷാഫിയെ സംബന്ധിച്ച് ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം നവവി പറയുന്നു, ഇമാം ഷാഫി പറയുന്നത് ആദ്യത്തെ തഹയ്യാത്തിൽ നിന്ന് ഉയരുമ്പോൾ രണ്ട് കൈ ചുമലിന്റെ നേരെ ഉയർത്തരുതേ, അങ്ങനെ ഉയർത്തണം എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടില്ല. ഇമാം നവവി പറയുന്നു, ഷാഫി ഇമാമിനെയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ ഇമാം ഷാഫി ഇത് പറഞ്ഞിട്ടില്ല, രണ്ട് കൈ ചുമലിന്റെ നേരെ ഉയർത്തണം. എങ്ങനെയാണ് ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട്, ഒരു ഇമാമിനെ അന്ധമായി അനുകരിച്ചത് കൊണ്ട് എങ്ങനെ നമസ്കരിക്കുന്നു? മുജാഹിദുകൾ പറയുന്നത് പോലെ നമ്മൾ മറുപടി പറയണമല്ലോ ഇതിന്. അതുപോലെ സുബീന്റെ ബാങ്ക് വിളിക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇമാം ഷാഫി എന്താ പറയുന്നത് തന്റെ ഉമ്മിൽ? ലാ ഉഹിബ്ബു തസ്വീബ ഫി സുബ്ഹി വലാ ഫി ഗൈരിഹാ ലിഅന്ന അബാ മഹ്ദൂറത്താലം യഹ്കി ഹാദാ. സുബ്ഹിക്ക് അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയല്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതിന്റെ റാവി അത് ഉദ്ധരിച്ചിട്ടില്ല. ഇമാം ഷാഫി പറയുന്നു, മുജാഹിദ് പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞത് ഷാഫി ഇമാമിന്റെ മദ്ഹബ് സ്വീകരിക്കാത്തത് കൊണ്ടാണെങ്കിൽ, ഷാഫി ഇമാമിനെ തഖ്ലീദ് ചെയ്യാത്തത് കൊണ്ടാണെങ്കിൽ, ഇവിടെയുള്ള സമസ്തക്കാരന്റെ പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് സുബ്ഹിന്റെ ബാങ്കൊലി മുഴങ്ങുമ്പോൾ ഏതടിസ്ഥാനത്തിലാണ്, ഏത് തഖ്ലീദിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തസ്ബീബിന്റെ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്ന വാക്കിന്റെ ശബ്ദം ഇവിടെ നമ്മൾ കേൾക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു? നമ്മുടെ ഉസ്താദുമാരതിന് മറുപടി പറയേണ്ടതാണ്. ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകളോട് എനിക്ക് വിനയത്തോട് അപേക്ഷിക്കാനുള്ളത്, അവരെ കുറ്റം പറയാൻ വേണ്ടിയല്ല, നമ്മുടെ മാന്യന്മാരായ ഉസ്താദന്മാരുടെ ചിന്തകൾ തട്ടി ഉണർത്തുന്ന രൂപത്തിലുള്ള വളരെ സജീവമായ പ്രഭാഷണങ്ങൾ 930 നമ്മുടെ ഉസ്താദന്മാരുടെ ഉറക്കം കെടുത്തി ഇവിടെയുള്ള തൗഹീദിന്റെ പ്രഭാഷകർ മുജാഹിദ് പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തിയില്ലായിരുന്നു എങ്കിൽ നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, ഗൾഫിലിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾക്ക് കത്തെഴുതാൻ പോലും പറ്റില്ലായിരുന്നു. നമ്മുടെ പണ്ഡിതന്മാർ പ്രസംഗിച്ചത് കൊണ്ടല്ലേ ആ മാറ്റമുണ്ടായത്? ഇവിടെയുള്ള എല്ലാ കാരണവന്മാർക്കും അറിയില്ലേ?
ഇവിടെയുള്ള സമസ്തയുടെ സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന നേതാക്കന്മാർ ഈ പ്രദേശത്തുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ. 930 സമസ്തയുടെ മണ്ണാറക്കാട് പ്രമേയമാണ് പെണ്ണ് എഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന്. അത് പാടുണ്ട് എന്നതിന് ആയത്തും ഹദീസും ഓതി പ്രഭാഷണം നടത്തിയപ്പോൾ കല്ലേറുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അതൊക്കെ സഹിച്ച് പ്രഭാഷണം നടത്തിയപ്പോൾ ഇന്നെന്തായി? ഉഗ്രവാദി സുന്നിയുടെ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ പോലും SSLCക്ക് സഹോദരിമാർക്ക് പഠിക്കാൻ അവസരമുണ്ടായി. അവർ കാന്തപുരം പോലും വനിതാ കോളേജുകൾ സംഘടിപ്പിച്ചു. സമസ്തക്ക് വനിതാ കോളേജുകളുടെ എണ്ണം എത്ര എന്ന് പോലും അറിയില്ല, അത്രയും വനിതാ കോളേജുകൾ ഉണ്ടായി. എന്താ കാരണം? മുജാഹിദ് പണ്ഡിതന്മാർ വളരെ സജീവമായി പ്രസംഗിച്ചു. അതിന്റെ ഗുണം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത്. നിങ്ങൾ നമ്മുടെ ഉസ്താദുമാരോട് ചോദിക്കൂ, ഒരു ഇമാമിനെ അന്ധമായി അനുകരിക്കുകയാണ് എങ്കിൽ, ഇമാം ഷാഫി അന്ധമായി അനുകരിക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ ആമീൻ ഉറക്കെ പറയുന്നു? നമ്മളെങ്ങനെ ആദ്യത്തെ തയ്യാത്തിൽ നിന്ന് ഉയരുമ്പോ കൈ ഉയർത്തുന്നു? നമ്മളെങ്ങനെ സുബീക്ക് അസ്സലാത്തു ഖൈറും മിനന്നൗം പറയുന്നു? ഷാഫി ഇതൊന്നും പാടില്ല, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? മുജാഹിദുകൾ ഇമാം ഷാഫിയെ തഖ്ലീദ് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ തള്ളിക്കളയുന്നത് എന്ന് ചോദിച്ചാലുള്ള മറുപടി എന്താണെന്നറിയാമോ? അത് ഇമാം ഷാഫിക്ക് ഹദീസ് കിട്ടാത്തതിന്റെ പേരിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയതാണ്. ഇമാം ഷാഫിയുടെ മദ്ഹബ് ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സഹിയായാൽ അതാണ് എന്റെ മദ്ഹബ് എന്ന് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് ആര് പറയും? ഇമാം നവവി ഒക്കെ പറയും. ഇമാം നവവി പറയുക, ഇമാം ഷാഫിക്ക് ഹദീസ് കിട്ടാത്തതിന്റെ പേരിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. അതേ സ്ഥാനത്ത് നമ്മുടെ മൗലവിമാരെന്താ പറയാറിയോ? എടോ, ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മദ്ഹബിലെ മുഅ്തമദ് അസ്സലാത്തു ഖൈറും എന്നും പറയലാണ്. മദ്ഹബ് ഇമാം ഷാഫി ആമീൻ ഉറക്കെ പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മദ്ഹബിലെ മുഅ്തമദ് ആമീൻ പറയലാണ്. കൈ ഉയർത്തണം എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടില്ലെങ്കിലും മദ്ഹബിലെ മുഅ്തമദ് കൈ ഉയർത്തലാണ് എന്നാര് പറയും? നമ്മുടെ ഇവിടുത്തെ മൗലവിമാര് പറയും. കാരണം എന്താ? മുഅ്തമദ് കാരണം നാടന്മാർക്ക് അറിയില്ലോ. എന്താ മുഅ്തമദ്? അന്വേഷിച്ചു നോക്കിയാൽ കാണാം, മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം എന്നതിനർത്ഥമുണ്ട്. എന്താ അത് പ്രബലമാവാൻ കാരണം? ഇമാം നവവി പറഞ്ഞു, വഖദ് സഹ്ഹാനി ഷാഫി ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി ഇദാ റഅയ്തും കലാമി യുഖാലിഫു ഖൗല റസൂലില്ലാഹ് ഫദഉ കലാമി. ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്, മക്കളെ, ഹദീസ് കിട്ടിയാൽ, പ്രമാണം കിട്ടിയാൽ നിങ്ങളത് സ്വീകരിക്കണമെന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. ഫൽനഅമൽ ബിഹാദാ ഫീ മസ്അലത്തി തസ്ബീബി വഫീ ഗൈരിഹാ, അസ്സലാത്തു ഖൈറും മിനന്നൗം പറയുന്ന വിഷയത്തിലും അതുപോലെ ആമീൻ ഉറക്കെ പറയുന്ന വിഷയത്തിലും അതുപോലെയുള്ള മുഴുവൻ